ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന വിഷയം തൊഴിൽ തടസ്സം. ഒത്തിരി ആൾക്കാരെ നേരിടുന്ന ഒരു വിഷയമാണ് തൊഴിൽ തടസ്സം. പലർക്കും പല കാര്യങ്ങൾ കൊണ്ട് തൊഴിൽ തടസ്സം ഉണ്ടാവും, പല കാര്യങ്ങൾ കൊണ്ട്. അതിൽ മെയിനായിട്ടുള്ള കാര്യം എന്താണ്? ആദ്യം തന്നെ നിങ്ങൾക്ക് ഏഴര ശനിയാണോ കണ്ടക ശനിയാണോ എന്നറിയണം. ഏഴര ശനിയാണോ കണ്ടക ശനിയാണോ എന്നറിയണം. ഏഴര ശനി തൊഴിൽ തടസ്സം ഉണ്ടാക്കും, കണ്ടക ശനിയും തൊഴിൽ തടസ്സം ഉണ്ടാക്കും. ഏഴര ശനി പിടിപെട്ടാലും കണ്ടക ശനി പിടിപെട്ടാലും ഒക്കെ, അതല്ലെങ്കിൽ ജാതകത്തിൽ ശനിദോഷം ഉണ്ടെങ്കിൽ, അതായത് ജാതകത്തിൽ ശനിദശാകാലമാണ്, ഇതെല്ലാം നമ്മൾക്ക് ജോലി സംബന്ധമായ മാറ്റങ്ങളോ അല്ലെങ്കിൽ ജോലിയിൽ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ജോലി തന്നെ ഇല്ലാണ്ടാവുന്നു, ഇതൊക്കെ ഉണ്ടാകും. അപ്പൊ ഈ ഏഴര ശനി നമുക്ക് തൊഴിൽ തടസ്സം ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. എന്നാൽ ഏഴര ശനി അല്ലെങ്കിൽ കണ്ടക ശനി ഒക്കെ ദോഷം ഉണ്ടെങ്കിൽ ആ ജാതകന്, അവൻ്റെ ജാതകത്തിൽ ശനി നല്ല സ്ഥാനത്താണെങ്കിൽ അവന് കൂടുതൽ ബാധിക്കില്ല കേട്ടോ. അങ്ങനെയുണ്ട്. ശനി നല്ല സ്ഥാനത്താണെങ്കിൽ തീർച്ചയായിട്ടും അവന് അധികം ബാധിക്കില്ല. കൂടുതലും ഈ ദുസ്ഥാനത്തൊക്കെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള തൊഴിൽ തടസ്സങ്ങൾ കൂടുതലുണ്ടാകുന്നത്. പിന്നെ അതുകൂടാതെ ശത്രുദോഷം കൊണ്ട് തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാകാം. അപ്പം അതിന് നമ്മൾക്ക് ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം തന്നെ നമ്മളുടെ കുടുംബ പരദേവതാ സ്ഥാനത്ത് ചെന്ന് പ്രാർത്ഥിക്കണം. കുടുംബ പരദേവതാ സ്ഥാനം അല്ലേ? അപ്പം നമുക്ക് കുടുംബപരമായിട്ട് ആ കുടുംബത്തിന് സംരക്ഷണം തരുന്ന ഒരു ദേവതയാണ്. പറയാം, ജോലി നഷ്ടപ്പെട്ടു പോയി, എനിക്ക് ജോലിയില്ല. പക്ഷെ നമ്മ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ നല്ല ശരിയാമണ്ണം ആയിരിക്കണം കേട്ടോ. അതിൻ്റെ അകത്തൊരു നേരും നിറവും വേണം. എന്നാലും മാത്രമേ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ദേവന്റെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ കുടുംബ പരദേവതാ സ്ഥാനത്ത് പോയിട്ട് അവിടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. അതുകൂടാതെ നിങ്ങളുടെ പക്കപ്പിറന്നാളിന് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തണം. നവഗ്രഹങ്ങൾ, അതായത് ശനിയൊക്കെ ദുസ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ, ഏഴര ശനിയാണ്, ശനി ദുസ്ഥാനത്താണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ ശനിനെ പ്രീതിപ്പെടുത്തണം. അപ്പൊ അതിനെന്താ, ശനീശ്വര പൂജ നടത്താം. അതുമല്ലെങ്കിൽ നവഗ്രഹ ദോഷശാന്തി. അപ്പൊ എല്ലാ ഗ്രഹങ്ങളും അനുകൂലമായിട്ട് മാറും. അതിനാണ് അപ്പൊ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് നവഗ്രഹ ദോഷശാന്തി പൂജ നടത്തുന്നത് ഏറ്റവും നല്ലതാണ്. അതുകൂടാതെ ഗണപതിക്ക് 7 ദിവസം നാളികേരം ഉഴിഞ്ഞടിക്കണം. ഗണപതിക്ക് 7 ദിവസം അങ്ങനെ ചെയ്ത് വഴിപാട് സമർപ്പിച്ച് ചെയ്താൽ നിങ്ങളുടെ തൊഴിൽ തടസ്സം മാറും. ഭഗവാനെ നല്ലവനും പ്രാർത്ഥിക്കുക, ഗണപതിക്ക് തിരുമധുരം നിവേദിക്കുക, ഗണപതിക്ക് കർഗമാല ചാർത്ത. അതുകൂടാതെ ഗണപതിക്ക് വിഘ്നഹര പുഷ്പാഞ്ജലി നടത്താം. എന്നിട്ടൊരു നാളികേരം കൊണ്ടുപോയിട്ട് ഭഗവാനോട്, കാരണം തടസ്സങ്ങൾ നീക്കുന്ന ദേവനാണല്ലോ വിഘ്നേശ്വരൻ, വിഘ്നങ്ങൾ തീർക്കുന്ന ദേവനാണ് ഇല്ലേ? അപ്പൊ വിഘ്നേശ്വരന് നാളികേരം കൊടുക്കണം എന്നാണ്, തടസ്സങ്ങൾ നീക്കുന്നതിനാണ് നാളികേരം ഉടക്കുന്നത്. നാളികേരം കയ്യിലെടുത്ത് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നാളികേരം കയ്യിൽ കാണിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാനെ വിഘ്നേശ്വര, എൻ്റെ തൊഴിൽ തടസ്സങ്ങളെല്ലാം, നീ ശത്രുദോഷം കൊണ്ടാണ് തൊഴിൽ തടസ്സം വരുന്നതെങ്കിൽ ഭഗവാനെ എൻ്റെ ശത്രുദോഷങ്ങളെല്ലാം, അല്ലെങ്കിൽ തൊഴിൽ തടസ്സങ്ങളെല്ലാം, അല്ലെങ്കിൽ ശത്രുദോഷങ്ങളും തൊഴിൽ തടസ്സങ്ങളും എൻ്റെ ദുരിതങ്ങളും ദോഷങ്ങളും എല്ലാം ഈ നാളികേരത്തെ കൂടി ഒഴിഞ്ഞു പോണേ ഭഗവാനെ. ഈ നാളികേരം ചെതറുന്നതുപോലെ എൻ്റെ തൊഴിൽ തടസ്സങ്ങളും ശത്രുദോഷങ്ങളും ചെതറിപ്പോണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ആ നാളികേരം നിങ്ങൾ 7 പ്രാവശ്യം ഇടത്തോട്ട് ഒഴിയണം. അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ഇടത്തോട്ട് ഒഴിയുക 7 പ്രാവശ്യം. ഒഴിയുമ്പോൾ വരെ തലക്ക് മാത്രം വട്ടം ചുറ്റിയിട്ട് ഒഴിഞ്ഞിട്ട് കാര്യമില്ല, മൊത്തം ശരീരം മൊത്തം ഒഴിയുക 7 പ്രാവശ്യം. അപ്പം നിങ്ങളുടെ ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞ് അവിടെ അടിച്ച് തെറിപ്പിച്ച് കളയണം, അതായത് വിഘ്നേശ്വരന്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് ചെന്നാൽ കൃത്യമായിട്ട് അദ്ദേഹം അത് പറഞ്ഞു തരും. അത് ചോദിച്ച് മനസ്സിലാക്കി ഇതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ തൊഴിൽ തടസ്സം മാറിക്കിട്ടും. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കും.